നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയ യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സനായിലെ ജയിലിൽ വർഷങ്ങളായി കഴിയുകയാണ്. ഇതുവരെയും നിമിഷയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. തന്റെ മോചനത്തിനായി ഇടപെടണമെന്ന് അപേക്ഷിച്ച് ഇവർ ജയിലിൽ നിന്ന് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സ്വന്തം കൈപ്പടയിൽ കത്തെഴുതി അയച്ച വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഒരുപക്ഷെ ഇനിയൊരു കത്തെഴുതാൻ താൻ ഇനി ഭൂമിയിൽ കാണുമോ എന്ന ആശങ്കയിലാണ് നിമിഷയുടെ ഈ കത്ത്. എന്നാൽ ഈ ആശങ്ക പങ്കുവെച്ചുകൊണ്ട് സനായിലെ ജയിലിൽ നിന്ന് ഇപ്പോൾ നിമിഷയുടെ ഓഡിയോയാണ് പുറത്തു വരുന്നത്. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. മോചനത്തിനായുള്ള ഇടപെടൽ വൈകുന്ന ഓരോ ദിവസവും തന്റെ ജീവൻ അപകടത്തിലാണെന്ന് നിമിഷ പറയുന്നത്. സർക്കാർ തലത്തിൽ തുടർ നടപടികളിൽ വ്യക്തതയില്ലാത്ത സാഹചര്യത്തിലാണ് ഈ ശബ്ദ സന്ദേശം. കുറച്ചുകൂടി സജീവമായി ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നിമിഷയുടെ അപേക്ഷ. വധശിക്ഷ സനായിലെ ഹൈക്കോടതിയും ശരിവച്ചതോടെ മരിച്ച തലാലിന്റെ കുടുംബം മാപ്പ് നൽകിയാലേ നിമിഷയുടെ മോചനം സാധ്യമാകൂ. ഈ കുടുംബത്തിന് ദയാധനം നൽകാൻ തയ്യാറാണെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കേന്ദ്ര ഗവൺമെന്റിനെ രേഖാമൂലം അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ ഗവൺമെന്റ് തലത്തിൽ എന്ത് തുടർ നടപടികളാണ് ഉണ്ടായതെന്ന് വ്യക്തതയില്ലാത്ത സാഹചര്യത്തിലാണ് നിമിഷപ്രിയയുടെ ശബ്ദ സന്ദേശം. 2017 ജൂലൈയിൽ ആണ് തലാൽ അബ്ദു മഹദിയെ നിമിഷപ്രിയ കൊലപ്പെടുത്തിയത്. എന്നാൽ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും തലാലിന്റെ കൈവശമുണ്ടായിരുന്ന തന്റെ പാസ്പോർട്ട് വീണ്ടെടുക്കുക മാത്രമായിരുന്നു തന്റെ ലക്ഷ്യമെന്നുമാണ് നിമിഷപ്രിയ പറയുന്നത്. തന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ ജയിൽ വാർഡൻ തലാലിൽ നിന്നും രക്ഷപ്പെടാൻ പാസ്പോർട്ട് സ്വന്തമാക്കണമെന്നും അതിനായി അവനെ മയക്കാൻ ശ്രമിക്കണമെന്നും പറഞ്ഞു. അവസരം ലഭിച്ചപ്പോൾ നിമിഷ തലാലിന്റെ മേൽ കെറ്റാമൈൻ എന്ന മയക്കുമരുന്ന് കുത്തിവെക്കുകയായിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അയാൾ മയങ്ങി വീണെങ്കിലും മരണപ്പെടുകയായിരുന്നു. ഭയപ്പെട്ട നിമിഷ അവളുടെ സുഹൃത്തായ ഹനാനെ ഈ വിവരം അറിയിക്കുകയും തലാലിന്റെ മൃതദേഹം മാറ്റാൻ നിർദ്ദേശിച്ചതിനെ തുടർന്ന് മൃതദേഹം വെട്ടിമാറ്റി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു. കൊല്ലപ്പെട്ട തലാലിന്റെ നാട് ഹൂതി വിമതരായ ഇസ്ലാമിക ഗോത്രവർഗക്കാരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ്. കടുത്ത ഇസ്ലാം നിയമങ്ങൾ പിന്തുടരുന്ന വിഭാഗമാണ് ഇവർ. അതുകൊണ്ട് തന്നെ കൊലപാതകത്തിനേക്കാൾ കൂടുതൽ അവരെ പ്രകോപിപ്പിക്കുന്നത് കൊലപാതക ശേഷം മൃതദേഹം വികൃതമാക്കിയെന്ന കുറ്റമാണ്. ദിയാധനം നൽകാൻ തയ്യാറാണെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് സ്വീകരിക്കുന്ന കാര്യത്തിൽ തലാലിന്റെ കുടുംബത്തിലെ 2 അംഗങ്ങളാണ് എതിര് നിൽക്കുന്നത്. ഈ 2 പേരൊഴികെ മറ്റുള്ളവരുടെ സമ്മതം നേരത്തെ ലഭിച്ചിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.